മിന്നു പുറത്തു വരാണ്ട് കുരയ്ക്കലാ മിന്നു. അത് തുറന്നാ പാറി വരുവേ. അതെങ്ങനെ ഇത് പിടിച്ച് മിന്നുമ്മയാ? ഓ ഞാൻ കേട്ട മിന്നുമ്മ. ഓന് വീഡിയോ എടുക്കുന്ന ഇഷ്ടമായിട്ടില്ല. ഫാൻ കറങ്ങുന്നതാണ്. ഇത് നോക്കി ഒരു മിനിറ്റ്, ആദ്യം ഞാൻ ഈ പക്ഷിക്ക് കൊടുക്കട്ടെ. ശരിക്കാം, നിങ്ങക്ക് മിന്നൂനെ അറിയില്ല. ഫുൾ ഫാൻ്റെ മേലൊക്കെ പോവും അല്ലേ അമ്മമ്മ? പിന്നെ ഫാൻ്റെ മേലെ പാറലായിരിക്കും. എങ്ങനെയൊക്കെയോ എടുക്കുക. ഇത് കാണിച്ചാ മതി. വിശക്കുമ്പോ അത് ഫാൻ്റെ മേലെ പോയി ഇത് കാണിച്ചാ വരും. ആക്രാന്ത വലിച്ചു ഏച്ചു നയിണ്ട്. ആക്രാന്തം കൈതാ പിന്നെ ഒന്നും അറിയാത്ത ഓടിക്കും. അതാ ഫാൻ്റെ മേലെ പോയി. ഞാൻ വിചാരിച്ചിന് വീട് എടുക്കുമ്പോ ഫാൻ്റെ മേലെ പോവും. ഇവനിപ്പൊ നമ്മൾ ചെയ്യുവാ ഈ ഫാൻ. നമ്മൾ അറസ്റ്റ് ആക്കുവേ. ഇന്നെ കൂട്ടിലിട്ട് വളർത്തുവിനി, പുറത്തിറക്കൂല. ഈ സാന്തിനെന്നാ വേണ്ടേ? അമ്മമ്മ ഇതെടുത്ത് ആ പമ്പ് എടുത്ത്. ഇവനെന്നാ വേണ്ടേ ഗൈസ്? വീട് എടുക്കുമ്പോ തന്നെ മേലോട്ട് പോയി ശുഭം. ആ പുറം കാണാനാകും. നമ്മള് കുറച്ച് എൻ്റെ അച്ഛനുള്ളപ്പോ ഉള്ളപ്പോ ഞാൻ പുറത്തിറക്കും. പാറിപ്പോകും അറിയില്ല. ഇതെന്നാ ചെയ്യുക ഇത്? വന്നോ അമ്മമ്മ ഉണ്ടെങ്കിലേ എടുക്കാൻ പറ്റൂ. ഞാനും കാച്ചു കൊടുക്കുമ്പോ എടുക്കുവാണെങ്കിൽ പെട്ടുപോകും. മര്യാദക്ക് മിന്നോ ആ ഭാഗ്യം. അവിടുന്ന് ഞാൻ എടുക്കാം അമ്മമ്മേ. ഇനി നീ പാറാണെങ്കിൽ ഞാൻ ഇനിയും കൊടുക്കുന്നുണ്ടോ? അക്രാന്തം മാറിന അതിന്റെ മോനെ തൂവല് പൊടിയു. എന്റെ മോനെ, ഇവൻ ഏതാ മോനെ ആള്? പടച്ചോരെ, ഇത് സൗണ്ട് ആക്കുമ്പോ ഇതിന് കോപ്പി കാച്ചും വരുവാ. കായ്ച്ചതാ തൂവലൊക്കെ വീണത്താ. എന്റെ പൊന്നോ, എന്നാ അമ്മേന്റെ പരിപാടി കഴിഞ്ഞ് ഇത് വെച്ച് ഞാൻ ചെവിക്കും നോക്കട്ടെ. ഒരു മിനിറ്റേ. നമ്മൾ കൊടുക്കുമ്പോ ഇവിടുത്തെ കുറച്ച് പകുതി പരിപാടി കഴിഞ്ഞു. എൻ്റെ ഓളാ ലെഫ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ഓടിപ്പോട്ടെ. കോപ്പി റൈറ്റും വെച്ചും കിട്ടും. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുന്നത് ഇന്നത്തെ പറയാൻ പറ്റും. ഇത് നമ്മുടെ പറമ്പ്. ഇത് നമ്മുടെ പണ്ടത്തെ വീട്. ഇതാ അവിടെ. ഇപ്പഴത് നമ്മുടെ സ്കൂളിന്റെ പണ്ടത്തെ കന്നിപ്പറയാ.
അതൊന്നും ഇപ്പം ഇല്ല. അത് ഗൈസ് ഇപ്പം പൊടി പോലെ ആയിനി. പിന്നെ നമ്മൾ അതൊരു പാത്രത്തിലേക്ക് തട്ടിക്കൊടുക്കണം. നെഞ്ചിടിക്കുന്ന സൗണ്ട്. പിന്നെ നമ്മളത് പാത്രത്തിലേക്ക് തട്ടി കൊടുക്കുമ്പോൾ ഇത് ഇങ്ങനെ മനസ്സിലാവും. ചിലതൊക്കെ പൊടിഞ്ഞത്തില്ല വേണ്ടി ചിലവിങ്ങനെ കുറച്ച് തിന്നില്ല. ഇതെന്നാ പാലാ? പിന്നെ നമ്മൾ തിളപ്പിച്ച പാൽ ഒരു ഗ്ലാസ്സിൽ ഒഴിക്കണം. പിന്നെ നമ്മൾ ബേക്കിംഗ് സോഡ ഒരു സ്പൂൺ എടുക്കണം അല്ലേ? ഇത്ര മതിയേ. എന്നിട്ട് അത് നമ്മൾ ഓറിയോ ബിസ്ക്കറ്റ് പൊടിച്ച് അതിനകത്തേക്ക് ബേക്കിംഗ് സോഡ ഒരു സ്പൂൺ എടുത്ത് ഇടണം. പിന്നെ നമ്മൾ കപ്പിൽ ഒഴിച്ച പാൽ ഒഴിക്കണം. എന്നിട്ട് നമ്മൾ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കണം. നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കണം. ഗായ്സ് പിന്നെ ഇതൊരു ഡേ ഇൻ മൈ ലൈഫും കൂടിയാണ് കേട്ടോ. ഗായ്സ് ഇത് പിന്നെ ഒരു ഡേ ഇൻ മൈ ലൈഫും കൂടിയാണ്. ഇവിടുത്തെ പരിപാടി എന്തായി? പിന്നെയും ആ പാല് ഒഴിച്ചു കൊടുത്ത് പിന്നെയും മിക്സ് ചെയ്യണം. പിന്നെയും ആ പാല് ആക്കിയിട്ട് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്ത പാല് അത് ആക്കണം. മിക്സ് ചെയ്തൊരു പരിപാടി. ഇത് ക്രീമാക്കുന്നയാ? പിന്നെ ഇത് ലാസ്റ്റത്തെ പാല. എത്ര വട്ടം പാൽ ഒഴിക്കണം? 5 വട്ടം. ഈ പാല് തിളപ്പിച്ച പാല് ഇതിനകത്ത് ഒഴിക്കണം. തീപ്പാല് കുറയുന്ന വരെ ഒഴിക്കണം. ഇതിനകത്ത് ആദ്യം കുറച്ച് ഒഴിക്കണം, മിക്സ് ചെയ്യണം. പിന്നെയും കുറച്ച് ഒഴിക്കണം, മിക്സ് ചെയ്യണം. അങ്ങനെ ഇത് തീരുന്ന വരെ അങ്ങനെ. വീഡിയോയിലുണ്ടല്ലോ അതേപോലെ. ഈ വെക്കേഷൻ ഞാനും ഹോട്ടൽ തുടങ്ങാൻ പോകുന്നു കേട്ടോ. ഇപ്പൊ നമ്മളൊരു സ്പൂൺ പഞ്ചസാര ഇടണം. 2 സ്പൂണ് 3 സ്പൂണ്. ഇപ്പൊ നമ്മൾ 3 സ്പൂൺ പഞ്ചസാര ഇടണം ഇതിനകത്തേക്ക്. എന്നിട്ട് പിന്നെ നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കണം നല്ലോണം. മിക്സ് ചെയ്ത് ശരിക്കും ഈ സാധനം ഇല്ലല്ലോ. പക്ഷെ ആ സാധനം നമ്മുടെ കയ്യിലില്ല. അതിനകത്ത് വേറെ കുറച്ചും കൂടി പാലുണ്ടായിരുന്നു ഇതിനകത്ത്. അത് ഇതിനകത്ത് വെച്ച് അത് കുറച്ചും കൂടി പാലുണ്ടായിരുന്നേ. അത് ഈ കപ്പിലേക്ക് ഒഴിച്ച് അത് ഫുള്ളും ഇതിനകത്തേക്ക് ഒഴിക്കണം. അപ്പം ഇടും. എന്നിട്ട് പിന്നെയും മിക്സ് ചെയ്യണത്. ഇതേപോലെ മിക്സ് ചെയ്യണം. അമ്മമ്മ എന്താ ചെയ്യുന്നേ? രണ്ട് അത് കുഴപ്പമില്ല. ചവിട്ടിച്ചിരിക്കുന്നേ. പറക്കുമ്പോ അതിനെ പിടിക്കാൻ കിട്ടൂല. അപ്പൊ വാല് പിടിക്കണോ അല്ലേ? അപ്പൊ അത് തൂവല്. വാല് പിടിച്ചപ്പോ തൂവലായതാ. പിന്നെ നമ്മൾ ഇത് എങ്ങനത്തെ വെക്കുന്ന ഇഡ്ഡലി തട്ട്. അതിൻ്റെ ഓവനില് വേണ്ട. നമ്മുടെ കയ്യിൽ ഓവനില്ല. നിങ്ങളുടെ വീട്ടിൽ ഓവൻ ഉണ്ടെങ്കിൽ അതിനകത്ത് വെക്കണം. എത്ര മിനിറ്റ് വെക്കണോ? ഒരു 30 മിനിറ്റ്, അരമണിക്കൂർ വെക്കണം. നമ്മുടെ വീട്ടിൽ ഓവനില്ല. നിങ്ങളുടെ വീട്ടിൽ ഓവൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ഓവനിൽ വെച്ചാൽ മതിയേ. നമ്മളെങ്ങനെയാ വെച്ചേ? ഇഡ്ഡലി തട്ടില് നമ്മൾ ഗ്യാസിന്റെ മേലെ ഇഡ്ഡലി തട്ട് വെച്ചിട്ടല്ലേ. സമയം എത്ര ആയി? ഇപ്പം ഇതിനകത്ത് നോക്കാൻ പറ്റൂല. വീഡിയോ എടുക്കാം.
സമയം എത്ര ആയിട്ടുണ്ട്? അപ്പം ഇതാ നമ്മുടെ പണ്ടത്തെ വീടൊക്കെ ഞാൻ കാണിച്ചു തരാം. പണ്ടത്തെ വീട് നേരത്തെ കാണിച്ചാ എൻ്റെ സൈക്കിൾ. പിന്നെ പറഞ്ഞ പോലെ എൻ്റെ അച്ഛൻ്റെ സൈക്കിൾ ഞാൻ കാണിക്കണ്ടേ. 8:55 കേക്ക് എടുക്കണം. ഇപ്പം 30 മിനിറ്റ് നമ്മൾ കാത്തിരിക്കണം. ഇതെൻ്റെ അച്ഛൻ്റെ സൈക്കിളാണ്, ഗിയർ സൈക്കിൾ. ഇത് രണ്ടും കാണിച്ചുണ്ട്. പിന്നെ നമ്മളിങ്ങനെയാണ് വെച്ചത്. ഇതിൻ്റെ അകത്ത് ഇഡ്ഡലിത്തട്ടുണ്ട്, അതിൻ്റെ മേലെ നമ്മൾ കേക്കിൻ്റെ വെച്ച് ഇത് അടച്ച് ഇതാ ഗ്യാസിൽ. നിങ്ങളുടെ വീട്ടിൽ ഓവൻ ഉണ്ടെങ്കിൽ വെക്കുക, ഓവനിൽ വെച്ചാൽ മതിയേ. 30 മിനിറ്റാണ്, 1/2 മണിക്കൂർ 13 മിനിറ്റ്.